അപ്പം ഇന്ന് എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ മീൻ കറിക്കുള്ളൊരു ഒരു പ്രത്യേകത. ഇന്നിപ്പോൾ ഞങ്ങൾ മീൻ കറിയാണ് വെക്കുന്നത്. എന്നുവെച്ചാൽ നല്ലൊരു പ്രത്യേകത ഉണ്ട്. കാരണം വെച്ചാൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് ഇന്ന് ഞങ്ങൾ കറി വെക്കാൻ എടുക്കുന്നത്. ഈ ഒരു മീനാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ മീൻ കറി, അതായത് കറി, പ്രത്യേകിച്ച് കറി വെച്ചത് പൊതുവെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമുള്ളത് തന്നെയാണ്, ഏത് മീനാണെങ്കിലും. പക്ഷേ വെച്ചാൽ ഈ ഒരു മീനിന് കുറച്ചുകൂടി ഇഷ്ടം കൂടുതലാണ്. ഞങ്ങളങ്ങനെ അധികം ഒന്നും അങ്ങനെ വാങ്ങില്ല. കാരണം ഞാൻ പക്ഷെ വെച്ചാൽ ഇത് കുറച്ച് നല്ല വലിയ തന്നെ ആവുമ്പോഴാണ് അത് കൂടുതൽ കറി വയ്ക്കാനൊക്കെ അതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ മീൻ വറുത്തത്, അതായത് മീൻകറി മീൻ വറുത്താണ് എന്നുള്ളത്. വറുത്തത് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള മീനാണ് വറക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കറി വയ്ക്കാനും വറക്കാനുമുള്ള മീൻ ഇതാണ്. ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് വലിയ മാന്തൾ. അപ്പോൾ അത് കണ്ടോ, നന്നാക്കി കൊണ്ടുവന്നാണ് അവിടുന്ന് മാന്തൾ. മത്തി പിന്നെ 4 ഉള്ളൂ. അപ്പോൾ അത് പിന്നെ വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെയാണ് നന്നാക്കാം. 4 ഉള്ളൂ. മാന്തൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ്. ഇതിപ്പോൾ തല പൂച്ചയ്ക്കുള്ളതാണ്, മത്തി വറക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ മാന്തൾ പിന്നെ അത് ഇവിടുന്ന് തന്നെ മുറിക്കാൻ വിചാരിച്ചിട്ടാണ്. എന്താ, അമ്മയ്ക്ക് പിന്നെ അമ്മേൻ്റെ ആ ഒരു ഇഷ്ടപ്പെട്ട ആ ഒരു അളവിന്, പാക അളവിന് നോക്കി മുറിക്കണം. അതുകൊണ്ടാണ് അവിടുന്ന് മുറിക്കാതെ കൊണ്ടുവന്നത്. നമ്മളെ കത്തി കുറേശ്ശെ മൂർച്ച കുറഞ്ഞു വന്നിട്ടുണ്ട്. പുതിയൊരു കത്തി വാങ്ങാനായിരിക്കും, അതാണ് മുറിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടാത്തത്. പൂച്ചയ്ക്ക് പിന്നെ 4 തല മാത്രമല്ല, പിന്നെ ഒരു 4 മത്തി വേറെ തന്നെ പൂച്ചയ്ക്ക് അവിടെ തന്നെ മാർക്കറ്റിൽ തന്നെ കിട്ടും പൂച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതും കൊണ്ടുവന്ന് കൊടുത്തു. അതൊക്കെ കഴിച്ചതാണ്. ഇനിയിപ്പോൾ ഈ 4 കൂടി കൊടുക്കണം. ഇത് കറി വയ്ക്കാനുള്ളത്. പിന്നെ നമുക്ക് വറക്കാനുള്ള ഈ ഒരു 4 വറക്കാനുള്ളത് ഒന്ന് വരിഞ്ഞ് വയ്ക്കാം. മത്തി വറുത്തത് പിന്നെ കൂടുതലും ഇഷ്ടം എനിക്കാണ്. അമ്മയ്ക്ക് മാന്തൾ കറി വെച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണിപ്പോൾ ഇത് മാന്തൾ. അതാണിപ്പോൾ ഇത് മാന്തൾ വാങ്ങിയത്. അങ്ങനെ വലിയ തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ പുളി പിഴിഞ്ഞ് പാർന്ന് ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു ചട്ടിയിൽ കറി വയ്ക്കുന്നത്. നമ്മൾ വഴറ്റിയിട്ടാണ്, ഈ ചട്ടിയിലല്ല. എന്നാലും പുളി ഒക്കെ പാർന്നിവിടെ വയ്ക്കുകയാണ്. 2 പ്രാവശ്യം ഒക്കെ പുളി പിഴിഞ്ഞ് പാരുകയാണ് നമ്മൾ സാധാരണ പുളി. ഇനിയിപ്പോൾ ഇത് നേരെ ഇവിടെ നിൽക്കട്ടെ. നമ്മൾ പുളിയിലിട്ട് വെച്ചത് കഷ്ണങ്ങൾ. ഇനിയിപ്പോൾ വറക്കുന്നതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊക്കെ ചേർക്കാം. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇന്ന്. പിന്നെ ഉപ്പ് അതും ചേർത്ത് ഇനി അത് നല്ലപോലെ ഒന്ന് മസാലയ്ക്ക് ഒന്ന് തിരുമ്പി വെക്കണം. ഇനിയിപ്പോൾ നമ്മൾ കറി വയ്ക്കുന്നതിലേക്കുള്ള തേങ്ങ അത് ചിരകി വയ്ക്കാം. ഇതിപ്പോൾ എന്താ വെച്ചാൽ തേങ്ങ കുറച്ചുണ്ടായിക്കോട്ടെ. കാരണം വെച്ചാൽ അരച്ചത് മാന്തളിൻ്റെ ആ കഷ്ണങ്ങൾ പറഞ്ഞപ്പോൾ അധികം ഇല്ലല്ലോ, 2 മാന്തളല്ലേ. അതിവിടെ അരച്ച് ഇവിടെ വെച്ചു. അത്യാവശ്യം നല്ല കുറുകിയിട്ട് തന്നെയാണ് അരച്ചത്, കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ വഴറ്റിയിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ ഉള്ളി 2 എടുക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ഉള്ളി അരിയാം. ചെറുതാക്കിയിട്ട് തന്നെയുണ്ട്. അപ്പോൾ അത് ഈ പാത്രത്തിൽ ഇവിടെ നിൽക്കട്ടെ. പിന്നെ ഇപ്പോൾ പച്ചമുളക്, ഇനിയിപ്പോൾ പഴുത്ത തക്കാളി തന്നെയാണ്, വലിയൊരു തക്കാളി 1 എടുക്കുന്നത്. അതും നമുക്ക് തക്കാളി ഇവിടെ അരിഞ്ഞു വയ്ക്കാം. ഇനി ആ പാത്രത്തിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കാനുള്ളതാണല്ലോ. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇനിയിപ്പോൾ ഇത് അതായത് വലിയ ഉള്ളിയും പച്ചമുളകും അത് വഴറ്റിയെടുക്കാം നല്ലപോലെ. വഴറ്റിയിട്ടാണ് കറി വയ്ക്കുന്നത്. പിന്നെ തക്കാളി നുറുക്കിയത് അത് ചേർക്കാം.
പിന്നെ ഇപ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത് ചേർക്കാം. ഇത് നന്നാക്കി കൊണ്ട് വഴറ്റിയെടുക്കാം. ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് നേരെ പുളിയിലിട്ട് വെച്ച ആ മാന്തളിൻ്റെ കഷ്ണങ്ങൾ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാന്തൾ മസാല അരച്ച് കറി വെച്ചാലും നല്ല രസമാണ്. അങ്ങനെ നല്ല രസമാണ്. ഇത് പിന്നെ മസാല അരയ്ക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇന്ന്. നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ ഇപ്പം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചതും കൂടിയാണ് ചേർക്കാം. കണ്ടോ, നല്ല അരച്ചത് നല്ല ഉണ്ട്. നല്ല കട്ടിയിൽ തന്നെയാണ്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്നുണ്ട് വേവിച്ചെടുക്കാം. ഇതാ നമ്മൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി നോക്കിയിരുന്നു. ഇനി അതിൽ നമുക്ക് കറിവേപ്പിലിടാം. അപ്പോൾ അതിവിടെ റെഡിയായി. പിന്നെ ഇപ്പോൾ നമുക്ക് ചട്ടിയിൽ ഈ ചട്ടിയിലാണ് ഇനിയിപ്പോൾ മീൻ വറക്കാനുള്ളത്. വെളിച്ചെണ്ണയിൽ തന്നെ വറക്കാം. അതാണ് സ്വാദ്. 4 ഉള്ളൂ ഒരൊറ്റ ട്രിപ്പിന്. മത്തി വറുത്തത് എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ്, പ്രത്യേകിച്ച് നമ്മൾ കുരുമുളകൊക്കെ ചേർത്തിട്ട്. ഇപ്പോൾ 2 ഭാഗമൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് എന്നാൽ പിന്നെ കഴിഞ്ഞു. ഇതിപ്പോൾ മീൻ കറി ഈ മീൻ വറുത്തതും അത് മാത്രമാണെന്ന്. അപ്പോൾ ഊണ് കഴിക്കായി. സമയം 12 മണിയായി. അപ്പോൾ ഏതായാലും അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെതാ മീൻ കറി. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മീൻ കറി തന്നെയാണ്. മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെതാ ഒരു മീൻ വറുത്ത പത്തി. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് വലിയ മാന്തൾ മീൻ കറി വെച്ചതും പിന്നെ മത്തി വറുത്തതും. ഇന്നിപ്പോൾ പപ്പടമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് മാന്തൾ. വലിയ മാന്തളാണ്. മത്തി വറുത്തത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.